welcome back to my channel. ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ മോർണിംഗിലുള്ള സ്കിൻ കെയർ റുട്ടീൻ വേറെയാണ്, നൈറ്റ് ടൈമിലുള്ള സ്കിൻ കെയർ റുട്ടീൻ വേറെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് ഇട്ട ദിവസമാണ്, നല്ല ഹെവി മേക്കപ്പ് ഗ്ലാം മേക്കപ്പ് ചെയ്ത ദിവസമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതും എൻ്റെ ബാക്കിയുള്ള സ്കിൻ കെയേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഐലാഷസ് ഫാൾസ് ഐലാഷസ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മുഖം എങ്ങനെയാണ് ഞാൻ ക്ലീനിങ് എൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഐലാഷസ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഐ ലാഷസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, മുഖം ആദ്യം ഒരു ക്ലെൻസിങ് ബാം ഇട്ടിട്ട്, ഓയിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ഞാൻ ഓയിൽ ഇട്ടിട്ടാണ് മുഖം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഓയിൽ മുഖത്തെ പോഴ്സ് അടയുമെന്ന് ഞാൻ ഇവിടെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്ലെൻസിങ് ബാമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ആകെ ഒരു ക്ലെൻസിങ് ബാം എന്ന് പറയുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലെൻസിങ് ബാം എന്ന് പറയുന്നത്. സ്പോൺസർഡ് വീഡിയോ അല്ല, എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള നൈറ്റ് ടൈം റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. എർത്ത് വിധത്തിൻ്റെ ക്ലെൻസിങ് ബാമാണ് ഇത്. പാരബൻ ഫ്രീ ആണ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, ഡബ്ബ പോലും സ്റ്റീലാണ്. ഓക്കെ, അത്ര നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വരുന്നതാണ്. എർത്ത് ഋതമാണ് അതിൻ്റെ ബ്രാൻഡ്. ഇത് നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇത് പ്രൊപ്പോളിസ് എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇതിൽ, കണ്ടോ? ഇതാണ് നമ്മുടെ ക്ലെൻസിങ് ബാം. അപ്പം ഉള്ളിൽ ഒരു വാക്സ് മാതിരിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 റുപ്പീസാണ്. കുറച്ച് മതി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മുഖത്ത് നന്നായിട്ട് മെൽട്ടാവും. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം മുഖത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണ്. മേക്കപ്പ് ഒന്ന് മൊബൈലിൽ വെച്ചാണ് മേക്കപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നെല്ലാം തേച്ചിട്ട് ഇപ്പോൾ ശരിക്കും കാണാൻ ഒരു പൂച്ചണ്ടി പോലെ ആവും. അത് കഴിഞ്ഞ ശേഷം ഞാൻ മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിൽ ഞാനിതാ ഇത്ര എടുത്തിട്ടുണ്ട്. മറ്റേ മുഖത്ത് എല്ലാവിടേക്കും നന്നായിട്ട് മസാജ് ചെയ്യണം. ഓക്കെ, ഇത് മെൽറ്റാണ് വരെ, മേക്കപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം, മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മേക്കപ്പ് യൂസ് ചെയ്യുന്നവരല്ലെങ്കിലും മുഖം എപ്പോഴും ഇങ്ങനെ ക്ലെൻസിങ് ബാം ഉണ്ട്. കാരണം നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അതിലുള്ള നമ്മുടെ ഓയിൽസും എല്ലാം പോഴ്സിൽ പോയിട്ട് അടയും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം നല്ല ക്ലീൻ ആയിട്ട് വേണം നമ്മളെപ്പോഴും കടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ക്ലെൻസിങ് ബാം യൂസിച്ചിട്ട്, മേക്കപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ റുട്ടീൻ. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. മിക്കതും മെയ്ഡ് ഇൻ ഇന്ത്യ നാച്ചുറൽ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയറിൽ. അപ്പം ഞാൻ മുഖം എല്ലാം ഒന്ന് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ കോമഡി ആയിരിക്കും, എനിക്കറിയാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മുഖം കഴുകാൻ പോവുകയാണ്. മുഖം കഴുകി വന്ന ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഏതാ ഫേസ് വാഷ് എന്നുള്ളത് ഞാൻ മുഖം കഴുകി വന്ന ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഞാനൊന്ന് തുടച്ചെടുക്കട്ടെ. ജസ്റ്റ് ഇങ്ങനെ മുഖം തോർത്തരുത്, ജസ്റ്റ് ഒപ്പിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പം മുഖം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോണർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ പോമഗ്രാനേറ്റ് ഗ്ലോ ടോണറാണ്. അപ്പം അത് ഞാൻ കുറച്ച് പഞ്ഞിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പോൾ എക്സസ് വല്ല മേക്കപ്പോ പോർസിലൊക്കെ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? എന്നിട്ടും ബാക്കിയുള്ള അഴുക്ക് വന്നിരിക്കുന്നുണ്ടോ? അപ്പം ഒന്ന് തുടച്ചെടുക്കുക. ഇനിയാണ് ഞാൻ ബാക്കി സ്കിൻ കെയേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞില്ലേ. ഞാൻ യൂസ് ചെയ്യുന്നത് ജ്യൂസി കെമിസ്ട്രിയുടെ തമ്മാനു കടുക് പ്ലം ആൻഡ് ഫ്രാങ്ക് എസൻസ് ഫേസ് വാഷാണ്. ഇത് ഡാമേജ്ഡ് ആൻഡ് പിഗ്മെൻറ്റഡ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ്.
അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മാസമായിട്ട് ഞാൻ ജ്യൂസി കെമിസ്ട്രിയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഓയിലി സ്കിന്നുള്ള ഫേസ് വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഫേസ് വാഷാണ്. ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത്. ഓക്കെ, ഒട്ടും വെറുതെ പറയല്ല ഓർഗാനിക് ആണെന്നുള്ളത്, നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത്. അവർ ശരിക്കും ഓരോ പ്രൊഡക്റ്റും ഇതിൻ്റെ നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ വെച്ചിട്ടാണ് ഞാൻ മുഖം കഴുകിയത്. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല, ജ്യൂസി കെമിസ്ട്രിയുടെ. ഞാൻ മിക്ക പ്രൊഡക്റ്റുകളും ഇപ്പോൾ ജ്യൂസി കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അടിപൊളി പ്രൊഡക്റ്റാണ്. അതുപോലെ എർത്ത് ക്ലൻസിങ് ബാം അടിപൊളിയാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ മുഖം കഴുകിയത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ടോണർ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായി. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സെറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറം സുഗന്ധയുടെ AHA സെറമാണ് ഞാൻ രാത്രി യൂസ് ചെയ്യുന്നത്. AHA സെറം എപ്പോഴും രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, രാവിലെ യൂസ് ചെയ്യരുത്. രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ നേരത്തെ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തു പോകാനായാലും വീട്ടിലായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. മസ്റ്റാണ് AHA സെറത്തിന്. ഇതും പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറമാണ്. അപ്പോൾ ഇതിലത്തെ ഒരു കുറച്ച് ഞാൻ 3 ഡ്രോപ്പ് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സെറം ഇതാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഇതിലും ഇതേപോലെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഡ്രോപ്പർ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഇത് കുറച്ച് തിക്കാണ് സൊല്യൂഷൻ, കണ്ടോ. അപ്പോൾ നെറ്റിയിൽ കവിളിൽ 2 കവിളിലേക്കും ഓരോ ഡ്രോപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. രാവിലെ നേരത്തെ ഞാൻ BHA സെറമാണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗ് റൂട്ടീൻ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ സെറം തേക്കുമ്പോൾ ഒരിക്കലും കണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, കണ്ണിൻ്റെ ഉള്ളിൽ പോകരുത്. അപ്പം ഞാൻ ചുറ്റും മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സെറം തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറം നമ്മുടെ സ്കിന്നിലൊക്കെ അബ്സോർബായിട്ട് വരും. അതിനുശേഷം ഞാൻ അടുത്ത എൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സെറം അപ്ലൈ ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അബ്സോർബായി, കണ്ടോ. ഒട്ടും സ്റ്റിക്കിയല്ല, നമ്മുടെ മുഖത്ത് കാണുന്ന തന്നെ ഉണ്ടാവില്ല. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി ഒരു സെറം കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പ്യുവർ ബൈ പ്രിയങ്കയുടെ ഗ്ലോ ഫേസ് സെറമാണ് ഞാൻ ഇടാൻ പോകുന്നത്. നല്ല അടിപൊളി സെറമാണ്. ഇത് മേക്കപ്പിൻ്റെ താഴെയും ഇട്ട് കൊടുക്കാം, രാവിലെയും ചെയ്യാം രാത്രിയും ചെയ്യാം. ഞാൻ രാത്രിയാണ് എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അതാ ഞാനൊരു 3 പമ്പ് എടുത്തിട്ട് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പ്യുവർ ബൈ പ്രിയങ്ക. ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ പ്രോഡക്ട്സും അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ തനിയെ തന്നെ ഒരു പ്രത്യേകം വീഡിയോസ് ചെയ്യാൻ പറ്റും. അവരുടെ ഓരോ പ്രൊഡക്ട്സിനെയും വെച്ചിട്ടും ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ നൈറ്റ് റുട്ടീനിൽ ഇതെല്ലാം വന്നുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ സെറം തേച്ച് കൊടുക്കണം കേട്ടോ, ഗ്ലോ സെറം തേച്ച് കൊടുക്കണം. ഇത് തേച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ മുഖം തൊട്ട് നോക്കുമ്പോൾ സൂപ്പർ സോഫ്റ്റായിട്ടും നല്ല ഗ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നല്ല അടിപൊളി സെറമാണ്. മറ്റേതും സുഗന്ധയുടെയും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ല മീൻസ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഉടനെ എഫക്റ്റ് കിട്ടിയില്ലേ ഉടനെ കളയരുത്. ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്ട്സാണ്. അപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സിന് അതിൻ്റേതായ സമയം വരും. ഏകദേശം ഒരു 2-3 മാസം ഗ്യാപ്പ് ഇട്ടാലേ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതും ഞാൻ എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കുറച്ച് തിക്കാണ് ഈ സെറം. ബാക്കിയുള്ളത് ഞാൻ കഴുത്തിലേക്കും സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഗ്ലോ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം ഞാനിപ്പോൾ ഈ പറഞ്ഞ കമ്പനീസ് എല്ലാം വുമൺ ഓറിയൻറ്റഡ് ആണ്. പ്യുവർ ബൈ പ്രിയങ്കയൊക്കെ ഒരു ലേഡി എൻ്റർപ്രനറാണ് ചെയ്യുന്നത്. ശരിക്കും നാച്ചുറൽ പ്രൊഡക്ട്സാണ്. സുഗന്ധ അടിപൊളിയാണ്, എർത്ത് അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നാച്ചുറൽ പ്രൊഡക്ട്സാണ്, ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ആ ജ്യൂസി കെമിസ്ട്രിയൊക്കെ കാര്യം പറയേ വേണ്ട, അത്ര സൂപ്പർബായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ജ്യൂസി കെമിസ്ട്രിയുടെയൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുഖത്തേക്ക് ഞാൻ എപ്പോഴും റിസ്ക് എടുക്കാറില്ല. ഏറ്റവും നല്ല പ്രൊഡക്ട്സ് നോക്കിയിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ,
അപ്പം ഇത് തേച്ചിട്ടും ഒരു 2-3 മിനിറ്റ് കഴിയട്ടെ. നിങ്ങൾക്ക് മോർണിംഗ് റുട്ടീൻ കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് തേച്ചിട്ടൊരു 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം അടുത്ത റുട്ടീൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലോ സിറം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഇത്ര ഡിസ്റ്റർബൻസ് വരുന്നത്. അപ്പം ഇനി ഞാൻ ഫൈനൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാം. ഞാൻ ചില സമയത്ത് ഗുഡ് വാക്സിൻ്റെ ഓറഞ്ച് ജെല്ല് തേച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഡൽജിയോടെ വോൾക്കാനിക് നൈറ്റ് ഓയിലുണ്ട്. ഇതാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതാണ് ഞാൻ മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യുന്നത്. ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. മുഖത്ത് ആ ഒരു ഷൈനിങ് മാത്രമേ ബാക്കി ഇരിക്കുന്നുള്ളൂ. പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ശബ്ദമുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ നൈറ്റ് ഓയിൽ ഞാൻ മുഖത്തേക്കും കഴുത്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം കാണിച്ചു തരാം. അതിലും ഇതാണ്, നല്ല മണമാണ് കേട്ടോ ഇത്. എനിക്ക് ആ മണം അറിയാം. ശരിക്കും ആ ഒരു ആയുർവേദം എണ്ണയുടെയൊക്കെ ഒരു മണമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കഴുത്തിലേക്കും ഇത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് ഞാൻ ടൈമൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇതോടെ കഴിഞ്ഞു നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മൾ കണ്ണിലേക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു അണ്ടർ ഐ ക്രീം കൂടെ തേക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ജ്യൂസി കെമിസ്ട്രിയുടെ ഓർഗാനിക് ഐ ക്രീമാണ്. ഇത് റോസും കോഫി ഫ്ലേവേർഡാണ് എന്നാണ് പറയുന്നത്. ബോട്ടിൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ സൂപ്പറായിട്ടുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഇപ്പോഴും നോക്കൂ, ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നല്ല ക്വാണ്ടിറ്റീൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് മതി. ഇതും ഏകദേശം പ്രൈസ് 400 രൂപ എങ്ങാനാണ്. ഇതിൻ്റെ 400 രൂപ 600 രൂപ എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മുടെ വോൾക്കാനിക് ഓയിലിൻ്റെ ഇൻഡൽജിയോ വോൾക്കാനിക് ഓയിലിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ കാണാനില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. 900 റുപ്പീസോ 1000 റുപ്പീസോ ആണ് ഈ നൈറ്റ് ഓയിൽ. ഓക്കെ, എല്ലാത്തിൻ്റെ എന്തായാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കുറച്ച് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് അണ്ടർ ഐ ക്രീമും തേച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എല്ലാവരും ചെയ്യുന്ന ലിപ് ബാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഖാദിയുടെ, കളറൊന്നുമില്ല, ഗ്രേപ്സ് ആണ് ഫ്ലേവർ, പക്ഷേ കളറൊന്നും വരുന്നില്ല. ഖാദിയുടെ നാച്ചുറൽ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, കളറൊന്നുമില്ല കേട്ടോ, ഇതിൽ മാത്രമേ കളറുള്ളൂ. കയ്യിലേക്ക് കളറൊന്നും വരുന്നില്ല കേട്ടോ, കളറൊന്നുമില്ല. അപ്പോൾ അത് ചിന്തലിക്കും കൂടെ തേച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ റുട്ടീൻ, നൈറ്റ് ടൈം സ്കിൻ റുട്ടീന്. അപ്പം ഇതാണ് എൻ്റെ നൈറ്റ് ടൈം റുട്ടീൻ. രാത്രിക്കാണ് എൻ്റെ കുറച്ച് എലാബറേറ്റഡ് സ്കിൻ കെയർ. രാവിലെ ഇത്രയില്ല, അതിലും കുറവാണ്. അപ്പം 30+ ഒക്കെ ആയില്ലേ. അപ്പം ഞാൻ കുറച്ച് സ്കിന്നിലേക്ക് ഒരു 2-3 മാസമായിട്ട് സ്കിൻ കെയറിലേക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം അടിപൊളി പ്രൊഡക്റ്റുകളാണ്. ഓരോ കമ്പനിയെ പറ്റിയിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ കമ്പനിയുടെയും ഒരുപാട് പ്രൊഡക്റ്റുകൾ, എർത്തഡത്തിൻ്റെ ഇത് മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരുപാട് ഷാംപൂ കണ്ടീഷണറൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം സൂപ്പർവാണ്. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊക്കെ റിവ്യൂ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം. ഓരോ കമ്പനിയെ പറ്റിയിട്ടും സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് വേറൊരു ദിവസം പുതിയൊരു സ്കിൻ കെയർ ആയിട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. ബൈ.